Good morning, everybody. A very warm welcome to our channel. We are continue our lessons on running after one's hat, an essay which was written by G.K. Chesterton. We have completed the first part of the essay, and we are moving to the second session of the essay. സോ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ലണ്ടൻ നഗരം ഫ്ലഡഡായി, വെള്ളം നിറഞ്ഞു. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ലണ്ടൻ നഗരത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പനങ്ങൾ ഒക്കെ നമ്മൾ കണ്ടു. സാങ്കല്പികമായി ലണ്ടൻ നഗരത്തിൽ ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ക്ലാമ്പൻ ജംഗ്ഷനിൽ ഞാനിങ്ങനെ നിൽക്കും. എൻ്റെ അരഭാഗം വരെ വെള്ളം വന്നാൽ മാത്രമേ ഞാൻ അറിയുമായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാ ഇൻകൺവീനിയൻസുകളെയും നമ്മൾ റൊമാൻറ്റിക് വ്യൂവിലൂടെ കണ്ടാൽ അതിന് ഒരു അതിൻ്റെ മറ്റൊരു വശം കൂടി നമുക്ക് കാണാൻ പറ്റും. കുട്ടികൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന കുട്ടിയെപ്പോലെ നമുക്കും ഒരിക്കലും റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യുകയില്ല. അവന് അതിനെ ആസ്വദിക്കുകയാണ് ചെയ്യുക. അതുപോലെ നമുക്കും ആസ്വദിക്കാം എന്നാണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഫോർ ഇൻസ്റ്റൻസ്, there is a current impression that it is unpleasant to run after one's hat. Why should it be unpleasant to the well-ordered and pious mind? ഇനി അദ്ദേഹം ഒരു ഉദാഹരണം പറയാണ്. ഫോർ ഇൻസ്റ്റൻസ്, there is a current impression that it is unpleasant to run after one's hat. While we are walking in a park, there is a storm or a wind. We wear a hat. It might be floated on the air, and on running this hat is unpleasant. There is a current impression that ഇന്ന് നമ്മുടെ തലയിൽ നിന്നൊരു തൊപ്പി ഇങ്ങനെ കാറ്റത്ത് പാറിപ്പോയാൽ അതിൻ്റെ പിന്നാലെ ഓടുക എന്ന് പറയുന്നത് ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് പലരും കാണുന്നു. Why should it be unpleasant to well-ordered and pious mind? To a well-ordered and pious mind or a upper-class man, why it is unpleasant? He is criticizing the unpleasant. ഈ ഒരു കാലഘട്ടം അദ്ദേഹം എഴുതുന്ന 1906 കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതുമ്പോൾ അപ്പർ ക്ലാസ്സിന് എതിരെയുള്ള ചിന്തകൾ പതുക്കെ മിഡിൽ ക്ലാസ്സിൻ്റെ ചിന്തകൾ ഉയർന്നു വരുന്നൊരു സമയമാണ്. ആ ഒരു സമയത്ത് അദ്ദേഹം അപ്പർ ക്ലാസ്സിൻ്റെ പ്രശ്നങ്ങളെ പതുക്കെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? ഈ പയസ്, വെൽ ഓർഡേർഡ് ആൻഡ് പയസ് മൈൻഡ് ആരാണിത് കളിയാക്കുകയാണ് ചെയ്യുന്നത്? അപ്പർ ക്ലാസ്. നോട്ട് മിയർലി ബിക്കോസ് ഇറ്റ് ഈസ് റണ്ണിങ് എക്സോസ്റ്റ് വൺ. ഇത് നോട്ട് മിയർലി ബിക്കോസ് ഇറ്റ് ഈസ് റണ്ണിങ് ആയതുകൊണ്ടല്ല. ആൻഡ് റണ്ണിങ് മേ എക്സോസ്റ്റസ്, അത് ക്ഷീണിപ്പിക്കുന്നതുകൊണ്ടല്ല. പിന്നെന്താണ്? The same people run much faster in games and sports. We know that people who are participating in sports and games, they may run much faster. നന്നായി സ്പീഡിൽ ഓടുന്ന ആളുകൾ ഇവിടെ ഓടൂല. The same people run much more eagerly after an uninteresting little leather ball than they will after a nice silk hat. ഇപ്പോൾ ഇതേ ആളുകൾ, ദ സെയിം പീപ്പിൾ റൺ മച്ച് മോർ ഈഗർലി ആഫ്റ്റർ ആൻ അൺഇൻട്രസ്റ്റിംഗ് ലിറ്റിൽ ലെതർ ബാൾ. ഒരു ചെറിയ ലെതർ ബാളിന് പിന്നാലെ ഓടുന്ന ആളുകൾ. ക്രിക്കറ്റ് ബോളാണ് ഉദ്ദേശിക്കുന്നത്. അന്ന് ഇംഗ്ലണ്ടിൽ ക്രിക്കറ്റ് വളരെയധികം ഫ്ലറിഷ്ഡ് ആയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ദെൻ ദ വിൽ ആഫ്റ്റർ എ നൈസ് സിൽക്ക് ഹാറ്റ്. ഒരു ചെറിയ സിൽക്ക് ഹാറ്റിനെ കൂടെ ഓടാൻ ഒരിക്കലും അവർ തയ്യാറാവില്ല. നൈസ് ഉപയോഗിക്കുന്ന പദം നോക്കൂ. A hat in a nice silk hat. There is an idea that it is humiliating to run after one's hat, and when people say it is humiliating, they mean it is comic. And അദ്ദേഹം രണ്ട് വശമാണ് കാണുന്നത് കേട്ടോ. ക്രിക്കറ്റ് ബോളിൻ്റെ പിന്നാലെ ഓടുന്ന ഒരാൾക്ക് വളരെ സിമ്പിളായ നൈസായ ഒരു ഹാറ്റിൻ്റെ പിന്നാലെ ഓടാൻ പറ്റുന്നില്ല. There is an idea that it is humiliating to run after one's hat. ഒരാളുടെ തൊപ്പിക്ക് പിന്നാലെ ഓടുക എന്ന് പറഞ്ഞത് ഒരു നല്ല കാര്യമല്ല എന്നുള്ള ഒരു ഐഡിയ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ആൻഡ് വെൻ പീപ്പിൾ സേ ഇറ്റ് ഈസ് ഹ്യൂമിലിയേറ്റിംഗ്, ആളുകൾ ഇത് ഹ്യൂമിലിയേറ്റിംഗ് ആണെന്ന് പറയുമ്പോൾ ദ മീൻ ദാറ്റ് ഇറ്റ് ഈസ് കോമിക്.
ഇത് കോമിക്കാണ് എന്നും കൂടിയാണ് അവർ വിചാരിക്കുന്നത്. കോമഡിയാണ് അത് നമ്മളെല്ലാവരും കളിയാക്കാനുള്ള ഒരു വിഷയം കൂടിയായി മാറും. ഇറ്റ് certainly is comic. It is comic, but man is a very comic creature. Then you think you could understand that man is a very comic creature. Every action of human being is comic if you are thinking about it, and most of the things he does are comic. Most of the actions or the things he is doing are comic. Eating, for instance, eating is comic. നമ്മളിങ്ങനെ കഴിക്കുന്ന രീതിയൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ വെരി പലരും ഭക്ഷണം കഴിക്കുന്ന രീതിയൊക്കെ നോക്കിയാൽ, ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ടേക്കിംഗ് ഈറ്റിംഗ്, നമ്മൾ ഇന്ത്യക്കാർ കൈകൊണ്ട് ഭക്ഷണം കഴിക്കും. കൈകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് പല രൂപത്തിലുണ്ട്. നമ്മൾ കേരളക്കാർ പിന്നെ സദ്യ കഴിക്കുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ 12 കൂട്ടങ്ങളും എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് കൈകൊണ്ട് കുഴച്ച് ഭക്ഷണം കഴിക്കുന്ന രീതി, അതെങ്ങാനും ഒരു യൂറോപ്യനിൽ നിന്നുള്ള ഒരാൾ കാണുകയാണെങ്കിൽ അയാൾ ഛർദ്ദിച്ചു പോകും. ആൻഡ് ദേ ആർ യൂസിങ് നൈഫ് ആൻഡ് ഫോക്ക്. നമുക്കറിയാലോ, അവർ കത്തിയും കുന്തമൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് കാണുമ്പോൾ നമുക്കും ഒരു പക്ഷേ ഒരു അസ്വസ്ഥത വന്നേക്കാം. അങ്ങനെയുള്ള വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് ദ മോസ്റ്റ് കോമിക് തിങ്സ് ഓഫ് ഓൾ ആർ എക്സാക്ട്ലി ദ തിങ്സ് ദാറ്റ് ആർ മോസ്റ്റ്ലി വർത്ത് ഡൂയിങ്. ആൻഡ് ദ മോസ്റ്റ് കോമിക് തിങ് ഈസ് മോസ്റ്റ്ലി വർത്ത് ഡൂയിങ്. നമ്മൾ ഏറ്റവും നല്ലതെന്ന് വിചാരിക്കുന്ന സാധനമാണ് മോസ്റ്റ് കോമിക് ആയിട്ടുള്ളത്. സച്ച് ആസ് മേക്കിംഗ് ലവ്. ഒരാൾ പ്രണയദുരതനായി നടക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രണയം എന്നുള്ളത് അതിൻ്റെ ഒരാളുടെ പിന്നാലെ നടക്കുന്നത് മറ്റൊരാൾ വീക്ഷിക്കും. ഇറ്റ് ഈസ് എ കോമിക് തിങ്. ഒരു പ്രണയിക്കുന്ന 2 പേർ നടന്നു പോകുന്ന സമയത്ത് അവരെ നിരീക്ഷിക്കാൻ, ഇഫ് യു ആർ ഒബ്സർവിങ് 2 lovers, we could understand that they are doing comic things. There are a lot of things for the observers to be laughed. And a man running after a hat is not half so ridiculous as a man running after a wife. ഇവിടെ അർത്ഥത്തിൽ കുറച്ചൊരു വ്യത്യാസം വന്നിട്ടോ. മാൻ റണ്ണിങ് ആഫ്റ്റർ എ വൈഫ് മീൻസ് sexually desire. A man who is running after his wife with sexual desire is more comic than a man who is running after a hat. തൊപ്പിക്ക് പിന്നാലെ പോകുന്ന ഒരു മനുഷ്യനേക്കാൾ അയാൾ എത്രത്തോളം കോമിക് ആണോ അതിനേക്കാൾ കോമിക് ആണ് ഭാര്യയുടെ പിന്നാലെ സെക്ഷൽ ഡിസയറിന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരാളുടെ അവസ്ഥ. Now a man could, if he felt rightly in the matter, run after his hat with the manliest ardor and the most sacred joy. Now a man could, if he felt rightly in the matter, run after his hat with the manliest ardor. Ardor means with vigor. എല്ലാം വിഗറോടും കൂടിയിട്ട്. And the most sacred joy. He might regard himself as a jolly huntsman pursuing a wild animal. വളരെ ഒരു തുപ്പിക്കു പിന്നാലെ വളരെ ആവേശത്തോടു കൂടി പോകുന്ന ഒരാൾക്ക് ഒരു ഹൺസ്മാൻ ആയിട്ട് കാണാം അദ്ദേഹത്തെ. ഒരു ഹണ്ടറായിട്ട് കാണാം. ഹണ്ടർ, ഒരു വേട്ടക്കാരൻ. For certainly no animal could be wilder. ഒരു വൈൽഡ് അനിമൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്. For certainly no animal could be wilder. No animal could be wilder. ഒരു വൈൽഡറായിട്ടൊരു അനിമലും ഇല്ല, മനുഷ്യനേക്കാൾ വൈൽഡറായിട്ടൊരു അനിമലും ഇല്ല എന്നുള്ള ഒരു സെക്കൻഡറി പാരഡോക്സിക്കൽ. In fact, I am inclined to believe that hat hunting only windy days will be the sport of the upper classes in the future. He prophesies that I am inclined to believe that hat hunting on windy days, കാറ്റുള്ള ദിവസങ്ങളിൽ തൊപ്പി പറപ്പിച്ച് അത് പിടിക്കാൻ പോകുന്ന ഗെയിംസ്, will be the sport of upper classes in the future. In the future it will be the sport of the upper classes. There will be a meet of ladies. ഇന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് സങ്കല്പിക്കുകയാണ്. There will be a meet of ladies and gentlemen on some high ground on a gusty morning. On a windy morning. Gusty means windy morning. Ladies and gentlemen may gather on the high ground, and they will be told that the professional attendants have started a hat in such and such a thicket.
or whatever be the technical term. ടിക്കറ്റ് എന്നത് ഒരു നമുക്കിതിനെ എങ്ങനെ എടുക്കാം, പല അർത്ഥങ്ങളും അതിനുണ്ട്. ക്രിക്കറ്റ് എന്നതിനെ അതിൻ്റെ ക്രിക്കറ്റ് കളി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മറ്റൊരു ടിക്കറ്റ് ഒരു സച്ച് ആൻഡ് സച്ച് ടിക്കറ്റ് മറ്റർത്ഥങ്ങളുണ്ട് കേട്ടോ. കോമിക്കായിട്ട് നമുക്ക് അതിനെ അങ്ങനെ എടുക്കാം. പ്രൊഫഷണൽ അറ്റൻഡൻസ് ഹാവ് സ്റ്റാർട്ടഡ്. ഒരു പ്രൊഫഷണൽ അറ്റൻഡൻറ്റ് അതിനെ ഒരു തൊപ്പി ആദ്യം പറത്തി വിടുന്നു, എന്നിട്ട് എല്ലാവരും അതിൻ്റെ പിന്നാലെ പോകുന്നു. അങ്ങനെ ഒരു കളി വരാം. whatever be the technical term, നമുക്ക് എന്ത് പേരും അതിനെ വിളിക്കാം. Notice that this employment well in the fullest degree combines sport with humanitarianism. In this sport it combines humanitarian with sport. It combines humanitarian. How it എങ്ങനെയാണ് humanitarianism വരിക? എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണുന്നു, ചെയ്യുന്നു, അതുപോലെ പ്ലഷർ കൊടുക്കുന്നു. The hunters would feel that they were not inflicting pain. The hunters who are who are running after the hat, who are hunters, they were not inflicting pain. അവർക്ക് ഒരിക്കലും ഒരു പെയിൻ ഉണ്ടാവില്ല. ഞങ്ങളുടെ തൊപ്പി പിടിക്കാൻ പോകുന്നു എന്നുള്ള പെയിൻ ഉണ്ടാവില്ല. They would feel that they were inflicting pleasure, rich, almost righteous pleasure. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, but they would feel that they were inflicting pleasure. They are producing pleasure. Rich, the pleasure is very rich, almost righteous pleasure. Righteous means very exuberant pleasure upon the people who were looking on. And there were spectators who are looking or watching this game, and these hunters or the persons who are running after the hats are producing exuberant pleasure, rich pleasure to the people who are watching the game. When last I saw an old gentleman running after his hat in Hyde Park. Hyde Park is a park in London. I told him that a heart so benevolent as his ought to be filled with peace and thanks at thought of how much unaffected pleasure his every chanster and bodily attitude were at that moment giving to the crowd. ഒരു പ്രായം ചെന്ന ആൾ കഴിഞ്ഞൊരു ദിവസം തൊപ്പിയുടെ പിന്നാലെ ഓടി. ആൻഡ് അയാളോട് ഞാൻ പറഞ്ഞു, ഐ ടോൾഡ് ഹിം ദാറ്റ് എ ഹാർട്ട് സോ ബെനവലൻറ്റ്, യു ആർ എ കൈൻഡ് ഹാർട്ടഡ് പേഴ്സൺ. ബെനവലൻറ്റ് മീൻസ് kind-hearted. Kind means kind-hearted person, as his ought to be filled with peace, and this heart to be filled with peace. And I thanks at the thought, ഞാൻ അദ്ദേഹത്തിന് നന്ദിയും പറഞ്ഞു. എന്തിനാണെന്നറിയോ? at the thought of how much unaffected pleasure his every gestures and bodily attitude were at the moment giving to the crowd. At the moment while he is running after the hat, it produced his gestures, his bodily expressions, attitude, it were produced the moment, a pleasurable moment to the crowd who are looking. അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്ന ആൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം കൊടുത്തു. ഇതിലൊരു കളിയാക്കലുണ്ട് കേട്ടോ. ആളുകൾ അവരുടെ തൊപ്പി എടുക്കാൻ പോകുന്ന സമയത്ത് എന്തിനാണ് ഇവരൊക്കെ പാടിരുന്ന് ചിരിക്കുന്നത്? പാരഡോക്സിക്കലാണെന്ന് പറഞ്ഞല്ലോ, പ്രിൻസ് ഓഫ് പാരഡോക്സ് എന്ന് പറഞ്ഞില്ലേ. വൈ ദ പീപ്പിൾ ആർ ലുക്കിംഗ് ടു ദാറ്റ് മാൻ, ഹി ഈസ് ഗോയിങ് ടു ക്യാച്ച് ഹിസ് ഹാറ്റ്. വൈ ദേ ആർ ലാഫിംഗ് അറ്റ് ദാറ്റ് പേഴ്സൺ? അയാളുടെ തൊപ്പി പോയപ്പോൾ അതിൻ്റെ പിന്നാലെ പോയി എടുക്കാൻ പോയതാണ്. വൈ ദോസ് പീപ്പിൾ ഹു ആർ വാച്ചിങ് ഹിം, ഹു ആർ ലാഫിംഗ് അറ്റ് ഹിം? എന്തിനാണ്? അങ്ങനെ ഒരു ചെറിയ ഒരു കളിയാക്കലും കൂടെ അതിലുണ്ട്. ആൻഡ് ദ സെയിം പ്രിൻസിപ്പിൾ ക്യാൻ ബി അപ്ലൈഡ് ടു എവറി ഹാർട്ട്. യെസ്, ദ സെയിം പ്രിൻസിപ്പിൾ ക്യാൻ ബി അപ്ലൈഡ് ടു എവറി അതർ ടിപ്പിക്കൽ ഡൊമസ്റ്റിക് വറി. അദ്ദേഹം പറയുന്നു ഇതേ ഒരു കാര്യം തന്നെ നമുക്ക് the same principle can be applied to every other typical domestic worry. A gentleman trying to get a fly. ഇത് നമുക്ക് ഇതേ ഒരു സംഭവം തന്നെ നമുക്ക് എല്ലാ ടിപ്പിക്കൽ ഡൊമസ്റ്റിക് വറീസ്, നമ്മൾ വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിനൊക്കെ നമുക്ക് ഇത് തന്നെ അപ്ലൈ ചെയ്യാം. A gentleman trying to get a fly out of the milk. Sometimes a man who is trying to get a fly out of the milk, പാലിൽ ഒരു
പിന്നെ ഈച്ച ചാടിയിട്ടുണ്ട്, അതിനെ പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്ന ഒരാൾ എത്ര ബുദ്ധിമുട്ടുന്നു. ഓർ എ പീസ് ഓഫ് കോക്ക് ഔട്ട് ഓഫ് ദ ഗ്ലാസ് ഓഫ് വൈൻ, ഒരു വൈൻ കുപ്പിയുടെ അതിൻ്റെ കോർക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ടോപ്പ്, അതിനെ മൂടി അത് പുറത്തെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾ ഓഫൺ ഇമാജിൻ ഹിംസെൽഫ് ടു ബി ഇറിറ്റേറ്റഡ്, അവർക്കത് ഇറിറ്റേറ്റഡായി മാറുന്നു. ലെറ്റ് ഹിം തിങ്ക് ഫോർ എ മൊമെൻറ്റ് ഓഫ് ദ പാഷൻസ് ഓഫ് ആംഗ്ലേഴ്സ് സിറ്റിംഗ് ബൈ ദ ഡാർക്ക് പൂൾസ്. ആ സമയത്ത് അദ്ദേഹം ചിന്തിക്കട്ടെ, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട്. സംടൈംസ് വെൻ ദീസ് പേഴ്സൺസ് were irritated or worried, he should think of a moment of the passions of anglers. Passions of anglers means ചൂണ്ടയിടുന്ന ആളുകളുടെ ക്ഷമ, അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ. സിറ്റിംഗ് ബൈ ഡാർക്ക് പൂൾസ് ആൻഡ് ലെറ്റ് ഹിസ് സോൾ ബി ഇമ്മീഡിയറ്റ്ലി ഇറാഡിയേറ്റഡ് വിത്ത് ഗ്ലാരിഫിക്കേഷൻ ആൻഡ് റിപ്പോസ്. ഒരുപാട് നേരം ഇരുന്ന് ഇങ്ങനെ ചൂണ്ടയിടുന്ന ആളുകളെക്കുറിച്ച് ചിന്തിച്ചാൽ ലെറ്റ് ഹിസ് സോൾ ബി ഇമ്മീഡിയറ്റ്ലി റേഡിയേറ്റഡ് ഹിസ് സോൾ ബി, ഇത് ഇങ്ങനെയുള്ള ആളുകൾ ദേ മേ ബി റേഡിയേറ്റഡ് വിത്ത് ഗ്ലാരിഫിക്കേഷൻ ആൻഡ് റിപ്പോസ്. അത് അവർ പിന്നെ മറുപടി കിട്ടിയിട്ട് അവർ വളരെയധികം സന്തോഷിക്കും ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. Again, I have known some people of very modern views driven by their distrust to use the theological terms to which they attached non-doctrinal significance merely because a drawer was jammed tight and they could not pull it out. ഇനി മറ്റൊരു കാര്യം പറയുന്നത്, again I have known some people of very modern views. People, they have very modern views, വളരെ മോഡേൺ ആളുകൾ, driven by their distrust to use of the theological terms to the attached no doctrinal significance. അവർക്ക് ഈ മതത്തിൻ്റെ കാര്യങ്ങൾ ഇതിലൊന്നും വലിയ വിശ്വാസങ്ങളൊന്നുമില്ല. അവർ their distrust to use of theological terms, they are very much distrust to use the theological terms to which they attached non-doctrinal significance because they have no doctrinal significance. അവർക്ക് പിന്നെ കൃത്യമായ doctrinal significance means കൃത്യമായ വിവരങ്ങൾ ഇതിനെക്കുറിച്ചില്ല. അവരൊക്കെ പിന്നെ പലപ്പോഴും പിന്നെ എന്താ പറയുന്നത്, അവരൊക്കെ പലപ്പോഴും പിന്നെ വറീഡ് ആകുന്നു, ഇറിറ്റേറ്റഡ് ആകുന്നു മിയർലി ബിക്കോസ് എ ഡ്രോയർ വാസ് ജാംഡ്. അവരുടെ മേശയുടെ വലിപ്പ് ജാമായ കാരണത്താൽ, ജാംഡ് ടൈറ്റ് ആൻഡ് ദേ കുഡ് നോട്ട് പുൾ ഇറ്റ് ഔട്ട്. അതിന് നമ്മുടെ മേശയുടെ വലിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഡ്രോയർ അത് വലിച്ച് അതിങ്ങനെ ജാമഡ് ആയിട്ടുണ്ട്, അത് പുറത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഈ കാരണത്താൽ സങ്കടപ്പെടുന്ന ആളുകൾ. എ ഫ്രണ്ട് ഓഫ് മൈൻ വാസ് പെർട്ടിക്കുലർലി അഫ്ലിക്റ്റഡ് ഇൻ ദിസ് വേ. അയാൾക്ക് ഈ പ്രശ്നമുണ്ട്. എവറി ഡേ ഹിസ് ഡ്രോയർ വാസ് ജാംഡ് and every day inconsequences was something else that rhymes to it. എല്ലാ ദിവസവും ഇത് തന്നെ സംഭവിക്കുന്നു. But I pointed out to him that this sense of wrong was really subjective and relative. And I pointed it out to him. I said to him that this sense of wrong was really subjective and relative. ഇത് സബ്ജക്റ്റീവ് ആൻഡ് റിലേറ്റീവ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മാത്രമാണ് ഇത് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ചിന്തയിൽ നിന്ന് റിലേറ്റീവായിട്ട് വരുന്നതാണ്. മറ്റുള്ളവർക്ക് ഒരു പക്ഷേ ഇത് ഉണ്ടായിക്കൊള്ളുന്നില്ല. It rested entirely upon the assumption that the drawer should and would come out easily. Could and would. ഒരു ഡ്രോയർ വളരെ എളുപ്പത്തിൽ വരാൻ സാധിക്കുന്നതാണ്. അത് തീർച്ചയായും അങ്ങനെ വരണം, അത് വരും എന്നൊക്കെയുള്ള നമ്മുടെ ചിന്തയിൽ നിന്നാണ് അതുണ്ടാവുന്നത്. ബട്ട് ഇഫ് ഐ സെഡ് യു പിക്ചർ ടു, ഞാൻ അയാളോട് പറഞ്ഞു, ഈ ഡ്രോയർ വലിച്ചെടുക്കാൻ പറ്റാത്ത എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു, ഇഫ് യു പിക്ചർ ടു യുവർ സെൽഫ് ദാറ്റ് യു ആർ പുള്ളിങ് അഗെയിൻസ്റ്റ് സം പവർഫുൾ ആൻഡ് ഒപ്രസീവ് എനിമി, you please consider yourself as you are fighting against a powerful enemy, and the struggle will come merely exciting, not exasperating, and you are participating in a struggle and it is exciting, not exasperating. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്താ പറയുക, ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് നിങ്ങൾ മാറില്ല.
നിങ്ങൾ എക്സൈറ്റിംഗ് ആയപ്പോൾ നമ്മൾ ശത്രുവിനെതിരെ പോരാടുമെന്ന് കാണുമ്പോൾ നമ്മൾ എപ്പോഴും എക്സൈറ്റിംഗ് ആയിരിക്കും, എക്സാസ്പിറേറ്റിംഗ് ആവില്ല, ഫ്രസ്ട്രേറ്റഡ് ആവില്ല. ഇമാജിൻ ദാറ്റ്, ഇനി കുറേ കാര്യങ്ങൾ പറയാണ് അദ്ദേഹം. ഇമാജിൻ ദാറ്റ് യു ആർ സ്ട്രഗ്ലിംഗ് അപ്പ് ഇൻ ലൈഫ് ബോട്ട് ഔട്ട് ഓഫ് ദ സീ, ടഗ്ഗിങ് അപ്പ് എ ലൈഫ് ബോട്ട് ഔട്ട് ഓഫ് ദ സീ. ഒരു കടലിൽ നിന്ന് ഒരു ലൈഫ് ബോട്ടിനെ വലിച്ച് കയറ്റുന്നത് പോലെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇമാജിൻ ദാറ്റ് യു ആർ റോപ്പിംഗ് അപ്പ് എ ഫെല്ലോ ക്രിയേച്ചർ ഔട്ട് ഓഫ് ആൽപ്പിംഗ് ക്രിവേൻസ്. പിന്നെ നമ്മുടെ ഒരാൾ ആഴിയിലകപ്പെട്ടു പോയൊരു മനുഷ്യനെ, ഒരു നദിയിലകപ്പെട്ടു പോയ, പുഴയിലകപ്പെട്ടു പോയൊരു മനുഷ്യനെ നമ്മൾ വലിച്ചു കയറ്റുന്ന ഒരു സ്ട്രഗിൾ, അതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇമാജിൻ ഈവൻ ദാറ്റ് യു ആർ എ ബോയ് അഗെയിൻ ആൻഡ് എൻഗേജ്ഡ് ഇൻ എ ടഗ് ഓഫ് വാർ ബിറ്റ്വീൻ ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ്. ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള ഒരു വടംവലിയിൽ ഏറ്റുമുട്ടുന്നത് പോലെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ പണ്ട് മുതലേ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിരുന്നു. അത് 1066 തുടങ്ങിയതാണ്. ഫ്രഞ്ചുകാർ ഇംഗ്ലണ്ടിനെ കീഴടക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു, നോർമൻ കോൺക്വസ്റ്റ് എന്ന് പറയും. നിങ്ങൾ ബ്രിട്ടീഷ് ഹിസ്റ്ററി കോംപ്ലിമെൻ്ററി കോഴ്സായി പഠിക്കുന്ന ആളുകൾ അതൊരു പക്ഷേ അറിയായിരിക്കും. അന്ന് മുതൽ തുടങ്ങിയിട്ടുള്ളതാണ് ഫ്രഞ്ചും ഇംഗ്ലണ്ടും. ഇന്നും അതിൻ്റെ ഒരു അലയൊലികൾ നമുക്ക് കാണാൻ പറ്റും, ചെറിയ ചെറിയ അലയൊലികളൊക്കെ ഉണ്ട്, ടഗ് ഓഫ് വാർ. അപ്പോൾ ശത്രു, ഇപ്പോൾ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന പോലെ ഇന്ത്യ പാകിസ്ഥാനുള്ള ഒരു കളി നടക്കുമ്പോൾ നമുക്കറിയാലോ, അതിൽ രാഷ്ട്രീയം വരും, മറ്റു പലതും വരും. അതുപോലെ ഫ്രഞ്ചും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള ഒരു വടംവലിയായിട്ട് നിങ്ങൾക്കതിനെ കണ്ടുകൂടെ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഈ അഡ്വൈസിൽ ഒരു കളിയാക്കലുണ്ട് കേട്ടോ, ഒരു കോമഡി, ഒരു പാരഡോക്സ് ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് മിയർലി ആൻ അഡ്വൈസ്, ഇറ്റ് ഈസ് പാരഡോക്സിക്കൽ. Shortly after saying this, I left him. I left that person, but I have no doubt at all that my words bore the best possible fruit. And I thought that that person may accept my advice. It has best possible fruit. ഞാൻ പറഞ്ഞത് ഉൾക്കൊണ്ടു എന്ന് എനിക്ക് തോന്നുന്നു. I have no doubt that every day of his life he hangs on to the handle of the drawer with a flushed face and eyes bright with battle, uttering encouraging shouts to himself and seeming to hear all around him the roar of an applauding ring. അദ്ദേഹം ഇനി ഞാനിങ്ങനെയൊക്കെ അഡ്വൈസ് ചെയ്തതല്ലേ, എല്ലാ ദിവസവും പോയിട്ട് ഒരു യുദ്ധസമാനമായ രീതിയിൽ ഒരു ഏറ്റുമുട്ടലിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് പോലെ. ഏതുപോലെയെന്നറിയോ അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ അട്ടഹസിച്ചു കൊണ്ടിരിക്കുന്നു. ദ റോർ ഓഫ് എൻ അപ്ലോഡിങ് റിങ്. റിങ് നമുക്കറിയാം, റിങ് പവർ ലിഫ്റ്റിങ്ങിൻ്റെ ഒക്കെ ഈ പിന്നെ റസ്ലിങ്ങിൻ്റെ ഒക്കെ റിങ്. അതിൻ്റെ ചുറ്റും ഇരുന്നിട്ട് ആളുകൾ ഇങ്ങനെ കൈയടിക്കുന്നത് പോലെ ആഘോഷത്തോടു കൂടി വിളിച്ചു പറയുന്ന, നമ്മളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാണികൾക്ക് മുമ്പിലിരുന്ന് ചെയ്യുന്നത് പോലെ അദ്ദേഹം ചെയ്യാൻ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കളിയാക്കാണ് കേട്ടോ, പാരഡോക്സിക്കലാണ്. ഇറ്റ് ഈസ് പാരഡോക്സിക്കൽ. So I do not think that it is altogether fanciful or incredible to suppose that even the floods in London may be accepted and enjoyed poetically. Concluding the essay, he says that I do not think it is altogether fanciful or incredible to suppose. It is altogether, I do not think that it is altogether incredible or fanciful to suppose that even the floods in London may be accepted and enjoyed poetically. And flood may be poetically enjoyed is not accepted by all the men. ഇത്രയും നമുക്കറിയാം, കേരളക്കാർക്ക് ഇത്ര ഫ്ലഡ് ഉണ്ടായിട്ട് അതിനെ വളരെ പിന്നെ വളരെ നല്ല രീതിയിൽ അതിനെ പോയറ്റിക്കലി കാണുന്ന ആളുകളോട് പറഞ്ഞ ആളുകൾ അക്സെപ്റ്റ് ചെയ്യില്ല. അവരുടെ വീട് പോയിട്ടുണ്ട്, വീട് മുഴുവൻ പിന്നെ ചളി നിറഞ്ഞിട്ടുണ്ട്, അവർക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. നത്തിങ് ബിയോണ്ട് ഇൻകൺവീനിയൻസ് സീംസ് റിയലി ടു ഹാവ് ബീൻ കോസ്ഡ് ബൈ ദം. ആൻ ഇൻകൺവീനിയൻസസ് ഐ ഹാവ് സെഡ് ഈസ് ഓൺലി വൺ ആസ്പെക്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും all inconvenience are only one aspect. All inconveniences that we are facing in the world are only one aspect, and that the most unimaginative and accidental aspect of a really romantic situation. And the most unimaginative and accidental aspect of a really romantic situation. There were other situations which were romantic and accidental.
ഇനി അദ്ദേഹം അതിനൊരു തിയറിയിലേക്ക് കൊണ്ടുപോകുന്നു. An adventure is only an inconvenience rightly considered. An adventure or a big activity or a exciting deed is only an inconvenience. It is only an inconvenience rightly considered. വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ചെറുതായി അതിനെ വളരെ രസകരം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് ചെറിയൊരു ഇൻകൺവീനിയൻസ് ആണ്. എന്നാൽ an inconvenience is only an adventure wrongly considered. ഒരു ചെറിയ ഇൻകൺവീനിയൻസിനെ നമ്മൾ റോങ്ലി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതൊരു അഡ്വഞ്ചറാണ്, ഭയങ്കര വലിയ ഒരു കിറാമുട്ടിയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് വലിയ വലിയ പ്രവർത്തനങ്ങളെ നമുക്ക് ചെറിയതായി തോന്നണം, ചെറിയതിനെയും വലുതായി കാണരുത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള നേരത്തെ അഡ്വൈസൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് പോലെയാണ്, നിങ്ങൾ ടഗ് ഓഫ് വാറിൽ പോലെയാണെന്നൊക്കെ ഉള്ളത്, അത് പാരഡോക്സിക്കലാണെന്ന് ഈ വാക്ക് നമുക്ക് മനസ്സിലാക്കി തരും. An adventure is only an inconvenience rightly considered, and an inconvenience is only an adventure wrongly considered. The water that girdled the houses and shops of London must, if anything, have only increased their previous witchery and wonder. Girdled means ചുറ്റി നിൽക്കുന്ന, അരഞ്ഞാണൊക്കെയാണ് ഗേഡിൽ എന്ന് പറഞ്ഞാൽ, അരഞ്ഞാണ് പോലെ ചുറ്റി നിൽക്കുന്ന പിന്നെ വീടുകളെയും ഷോപ്പുകളെയും ഒക്കെ ചുറ്റി നിൽക്കുന്ന വെള്ളം. Have only increased their previous witchery and wonder. അവരുടെ പഴയ കാലത്തെ വിച്ചറി, വണ്ടർ, വിച്ചറി, വിച്ച് ക്രാഫ്റ്റ്, വണ്ടർ, ഇതൊക്കെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. For the Roman Catholic priest in the story said, wine is good with everything except water. Wine is good with everything except water. വെള്ളമല്ലാത്ത എല്ലാത്തിൻ്റെയും കൂടെ വൈൻ നല്ലതാണ്. And on a similar principle, water is good with everything except wine. വെള്ളം എല്ലാ വസ്തുക്കളുടെയും കൂടെ നല്ലതാണ് എക്സെപ്റ്റ് വൈൻ എന്ന ഒന്നുകൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതതിൻ്റെ സെക്കൻഡ് റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്ക് ഉള്ളിലും ഒരു ഇൻകൺവീനിയൻസ് ഉണ്ട് എങ്കിലും ഇൻകൺവീനിയൻസിൻ്റെ കൂടെയൊക്കെ ഒരു സന്തോഷകരമായ ഒരു സമയം കൂടെ ഉണ്ട്. If you are thinking about an inconvenience, if we are taking it a romantic view or an inconvenience, it will not affect our mind. We only take it in a practical way, and we think that this situation also should be over, will be over, and there is no such difficulty while facing these situations. And we should consider that while we are going in a smooth way, there should be some inconvenience. We should not deny something that comes to our life, that the theory, that the theme G.K. Chesterton want to tell us, and there are many paradoxical statements in our essay. You should read the text and understand the core element of the text, and if you have any doubt, please call me. My number is 9747687129. And what I have to advise you that the first part and session of this chapter should be listened before you going to listen this chapter. Okay, it is very interesting to read the text of this essay and enjoy your learning, happy learning. Okay, thank you for watching our video.